ഹേയ് മോഹൻലാലിന്റെ മകളുടെ തുടക്കം ഉണ്ടല്ലോ, തുടക്കം ഈ ആദ്യത്തെ 1-2 ദിവസത്തെ റിവ്യൂസും അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ കാണിക്കുന്ന അഭ്യാസവും അതുപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് ഇന്നൊക്കെ ആയപ്പോ കുറച്ചു പേരൊക്കെ കയറി കാണാൻ പോയേ. അവർ പറയാ പടം നല്ല ഒന്നാന്തരം ഊളപ്പടം. ഇത് മോഹൻലാൽ എന്തോ മറ്റേ പണ്ട് ഈ യോധയ്ക്കകത്ത് വന്ന ഒരു നേപ്പാളി ഉണ്ടല്ലോ, ഈ മത്തങ്ങ എറിഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ട് മോഹൻലാൽ വെട്ടിപ്പൊട്ടിക്കുമല്ലോ എന്ന് പറഞ്ഞൊരു മാർഷൽ ആർട്സ് മാഷ അല്ല എന്നിട്ട് പറയാം ഭയങ്കര ഏതൊരു സീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നേ. അയ്യോ, ആ സീൻ ആരാണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ട് കഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഇത്. എന്നിട്ട് ചിലരൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചിറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാൽ പടം നിർത്തിയ ആൾക്കാർ ഇറങ്ങിപ്പോയിരുന്നു തിയേറ്ററിൽ നിന്ന്. മതിയായി, അവർ കണ്ടിട്ട് മതിയായി, ഇഷ്ടപ്പെട്ടു. അത്ര സമയം പോകത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. പൈസയോ പോയി. അപ്പൊ 2 ദിവസം കൂടെ ഉള്ളൂ. അത്ര നിർബന്ധമായിട്ട് മോഹൻലാലിനെ പോറ്റിയേ പറ്റത്തുള്ളൂ. മോളെ അങ്ങോട്ട് ഉന്നതിയിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ. ഉന്നതി എന്ന് പറയുന്നത് ഉന്നത നിലയിൽ നല്ലൊരു നടിയാക്കി മാറ്റണമെന്ന് നിർബന്ധമുള്ളവർ മാത്രമേ പോയി കാണാവൂ. അല്ലാത്തവരും എല്ലാ ടി വിയിലൊക്കെ ഇത് പെട്ടെന്ന് വരും. അതിനുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളവരെ പോയി കാണുക. അല്ലാത്തവർ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരിക്കലും ഈ പടം ഒന്നും കാണാൻ പോകുന്നില്ല. ഇവരുടെ ആദ്യം ആ പ്രണവിന്റെ ഒരു പടം എന്തോ കണ്ടു, എന്തോ ഹൊറർ മൂവി. അത് നമ്മുടെ മാനന്തഭദ്രൻ ടീം ആയതുകൊണ്ട് കണ്ടത്. പക്ഷെ അത് അവരെ കൊണ്ടും പറ്റിയില്ല ഒന്നും ചെയ്യാൻ ഇവനെ വെച്ചിട്ട്. അപ്പൊ ഇവരുടെ വരവ് കണ്ടാലേ അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി, ആന്റിപ്പെരുമ്പവര്, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അയൽവക്കക്കാർ, പരിചയക്കാർ എല്ലാം വരുന്നുണ്ട്. ഈ പന്നി ഇങ്ങനെ കൂട്ടമാ വരും എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ ഒരു ഫീലടേ. അയ്യോ, എന്തൊരു കൂട്ടമാണേ ഇത്. ഇങ്ങനെ കൂട്ടം കൂടിയാണോ വരുന്നത്? കൊച്ചിന്റെ 2 സൈഡിൽ ആളുകൾ ഇരുന്ന് ഇന്റർവ്യൂ നടത്തുക. എത്ര സിനിമകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പനും അമ്മയും അനിയനും ചേട്ടനും എന്തെങ്കിലും എല്ലാം കൂടെ വന്നിരുന്ന് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു നടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആളാണേ. പോരാത്തതിന് വിമർശനം എന്ന് പറഞ്ഞാൽ അല്ല എന്തോ നിലപാടുകളുടെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വിട്ടു. ഈ കാണിച്ചുണ്ടല്ലോ, അതായത് കോക്രോച്ച് പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ചുമ്മാ ഇവരെ സപ്പോർട്ട് ചെയ്ത് സിനിമ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ഇവരുടെ. അതൊക്കെ എനിക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മോഹൻലാലിനോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇപ്പൊ മോളോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോൾ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു. അത് ഇനി ഒരിക്കലും ഇതിനെ പറ്റി പറയാൻ പോകുന്നില്ല. അതാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സിനിമ വരുന്നതിന് മുന്നോടിയായിട്ട് നേരത്തെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും ഒരു പ്രതിബദ്ധതയുള്ളവരൊന്നും അല്ല. വെറുതെ അങ്ങ് പറയുക. എന്നിട്ട് കുറെ മീഡിയക്കാർക്ക് കാശ് കൊടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് PR ഗ്രൂപ്പുകൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇവരെല്ലാം കൂടെ തള്ളി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. കാരണം കാശ് കിട്ടി അവരെന്തും ചെയ്യും. അവരെന്നല്ല, ഒരുമാതിരിപ്പെട്ടവരൊക്കെ ചെയ്യും. എല്ലാവരും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ ഇവരെ പറ്റി ആരും നെഗറ്റീവ് പറയത്തില്ല. മനസ്സിലായോ? അതല്ലാത്തവരുള്ളത് കൊണ്ട് ഈ നെഗറ്റീവ് കമന്റ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക റിവ്യൂസ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ. എല്ലാവരും ഈ പൈസ മേടിച്ച് നക്കാപ്പിച്ച് മേടിച്ച് ഈ പറഞ്ഞ ഈ നടി എന്ന് പറയുന്ന ആളെ പറ്റിയും ഈ സിനിമയെ പറ്റിയൊക്കെ നല്ല എഴുതുന്ന ആൾക്കാർക്ക് ചില്ലറ കിട്ടുന്നുണ്ടാ. ചില്ലറ പൈസ കിട്ടുന്നുള്ളൂ, വലിയ പൈസ ഒന്നും കൊടുക്കത്തൊന്നുമില്ല. അതെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫേസ്ബുക്ക് അല്ലേ, വലിയ ഓഫീസൊന്നും വേണ്ടല്ലോ. അങ്ങനെ പണിയെടുക്കുന്നവരുണ്ട്, ചിലർ ഓഫീസിട്ട് പണിയെടുക്കുന്നവരുണ്ട്. അവർക്ക് കാശ് കിട്ടുന്നവർ എഴുതി പിടിപ്പിക്കും. അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് അവരുടെ ഐഡിയാസ് ഒക്കെ കൊണ്ട് നടക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തരത്തിൽ നോക്കിയാലും മോഹൻലാലിന്റെ കുടുംബത്തിന് ലാഭമാണ്. കാരണം ഇത് ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവർ ചെറിയ ചിലവിൽ ഈ പടം എടുത്തേക്കുന്നത്. ഇതിന് വലിയ ചിലവൊന്നുമില്ല. കൂടുതൽ സമയം ഈ ക്യൂട്ട്നസും കുറച്ച് നന്മയും അല്ലെ പിന്നെ ഈ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു മുറിക്കാത്ത ഇടിപിടിയൊക്കെ ആയിരിക്കും പടം. അല്ലാതെ ഭയങ്കര ബഡ്ജറ്റ് ഒന്നും ഇതിനുണ്ടാകത്തില്ല. കൂടി വന്ന ഒരു 50 ലക്ഷം രൂപ അതിൽ കൂടുതൽ ചിലവാക്കേണ്ട ആവശ്യം പോലും ഇല്ല സിനിമയ്ക്കൊന്നും. അപ്പൊ അത്രയും മാത്രം. അതിനകത്ത് ആരാ കാസ്റ്റ് ചെയ്ത് നടന്മാർക്കൊന്നും കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ആരാ അതിനകത്ത് അങ്ങനെ ഒരു നടനുള്ളത്? മോഹൻലാൽ മോക്ക് പൈസ ഒന്നും കൊടുത്തായിട്ട് കേട്ടില്ല. എത്ര രൂപയ്ക്കാണ് ഈ കുട്ടി സിനിമ അഭിനയിച്ചതെന്ന് മറ്റൊരു പുതുമുഖ നായികയെക്കാളും കൂടുതൽ പണം മേടിച്ചിട്ടുണ്ടോ? അതോ ഫ്രീ ആയിട്ട് അപ്പന്റെ മറ്റേ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പൈസ മേടിച്ചില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആശീർവാദിനെ മറ്റേ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബിനാമി ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ ആൾക്കാർക്ക് എത്ര പേരൊക്കെ പൈസ മേടിച്ചിട്ടായിരിക്കും അഭിനയിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ഉടായ്പൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന് വലിയ ചിലവൊന്നുമില്ല. ഈ ക്യാമറയ്ക്ക് ഇവർക്ക് സ്വന്തമായിട്ട് കാണുന്നത് ചിലപ്പോൾ. അപ്പൊ അത് വെച്ചിട്ട് മറ്റേ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഇവരുടെ പിള്ളേർ പഠിക്കുന്നത്, അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് പ്രൊജക്ട് കൊടുത്ത് അവർ കട്ട് ചെയ്ത് മതി. അല്ല എന്തിനാന്നുള്ളേ? അപ്പൊ ഭയങ്കര ചിലവ് പറഞ്ഞൊരു പടം. അപ്പൊ മോഹൻലാലിന്റെ മകൾ അഭിനയിക്കുന്നു. മോഹൻലാലിന്റെ കുടുംബം വന്നിരിക്കുമ്പോൾ അവർക്ക് നോക്കുമ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 ദിവസം പ്രൊമോഷൻ നടക്കണം. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങണം. നാണോ മാനോ ഉളുപ്പും ഇല്ലാതായി കഴിഞ്ഞാൽ ആരെ പറ്റി ജീവിക്കാൻ നമുക്ക് മടിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരാലോചിച്ചപ്പോൾ നല്ലൊരു ബിസിനസ് ആണ് ഇതൊക്കെ ഈ രീതിക്ക് ബിസിനസ് ചെയ്യുന്ന ലാഭം. അല്ലാതെ ഇപ്പൊ ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സിനിമ എടുത്ത് വെച്ചിട്ട് കഷ്ടപ്പെട്ടൊക്കെ ഒരു സിനിമ എടുക്കുക പലരും. അതിന് പൈസ കിട്ടും, ഇതിനും അതേ പൈസ കിട്ടുന്നേ. ഇതിനകത്ത് ഇത്ര ദിവസം തിയേറ്ററിലോടും കുറേ ദിവസം OTT മറ്റൊരു സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടും. അതുകൊണ്ട് നടക്കുന്നു. ഈ പടം എല്ലാവരും ആരൊക്കെ എന്തെങ്കിലും ആൾക്കാർ കാണുമല്ലോ. അങ്ങനെ ഇതും കാണും. മറ്റു നല്ല സിനിമകൾ ഇറങ്ങിയില്ല, ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രി പൊട്ടി പോകുമായിരിക്കും. പക്ഷെ ഇവർക്ക് അത് പ്രശ്നമല്ല. ഇവർക്ക് സിനിമ ഇൻഡസ്ട്രി പൊട്ടുന്നതോ മറ്റുള്ളവരുടെ ജീവിതമാർഗമോ അല്ലെങ്കിൽ മറ്റു കലാകാരന്മാരുടെ എന്താ പറയാ അവസരങ്ങളോ ഒന്നും ഇവർക്ക് വിഷയമല്ല. അപ്പൊ ഇവരെ പോലുള്ളവരുടെ സിനിമകൾ അങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ ഈ മാർക്കറ്റിംഗിനാണ് പൈസ കൂടുതൽ ഇറക്കുന്നത്. അതും ഈ മീഡിയക്കാർക്ക് കാശ് കൊടുക്കുന്ന ഇത്രയും ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ 50 ലക്ഷത്തിന്റെ സിനിമ എടുത്ത് 50 ലക്ഷം രൂപ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്കാർക്കൊന്നും കാശ് കൊടുക്കേണ്ട. ഒരു ചാനലിട്ട് 50 ലക്ഷത്തിന് ബൂസ്റ്റ് അടിച്ചാൽ വേൾഡ് വൈഡ് അറിയും. മനസ്സിലായി? ഫേസ്ബുക്കിനും ഇൻസ്റ്റയ്ക്ക് ഒരു ബൂസ്റ്റ് അടിച്ചിട്ടാൽ ഇത് തുറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സാധനം വന്നോണ്ടിരിക്കും ഇങ്ങനെ. അതും വേറെ വല്ല കമ്പനി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പറയണ്ട. ഇത് ഇവിടുത്തെ തീട്ട കമ്പനികളും ഈ ഊളകളും പ്രൊമോഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രീതി ശരിയായില്ല. ഈ കൊച്ചിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്തത് ശരിയായില്ല. അപ്പൊ അതിനൊരു മര്യാദ ഇല്ലാന്ന്. അപ്പൊ അത് ആ കുട്ടി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാണ്ട് അതിനെ കൊണ്ടിരുന്നത് ഒരു സ്റ്റേജ് ഇരുത്തിയിട്ട് വളരെ മര്യാദയ്ക്ക് മനോഹരമായ ഇന്റർവ്യൂ നല്ലതാണ്. ബാക്കിയെല്ലാം ഭയങ്കര മോശമായി പോയി ചെയ്തത്. അത് PR ഗ്രൂപ്പ് അല്ലെ PR വർക്ക് ചെയ്തവരുടെ പരാജയമാണ്. ആ കുട്ടിയെ പ്രസന്റ് ചെയ്യേണ്ട രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് അതൊരു പ്രശ്നമില്ല. എങ്ങനെയും വയറിലായി എന്തെങ്കിലും കാണിച്ച് ആ കൊച്ചിന് ചീത്ത പറഞ്ഞാൽ എന്താ അതിനെ എന്ത് നശിപ്പിച്ചാലും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അവരെ അത് ഏക്കത്തുമില്ല.
അവർക്ക് എന്താ കാശ് കിട്ടണം, അവിടെ എന്ത് ചെയ്താലും എന്താ അതിന് പോകുന്നു ഇറങ്ങുന്ന ഒരു മനുഷ്യനും കൂടാണ് ഈ മോഹൻലാൽ. അല്ലാതെ മോഹൻലാലിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇമേജ് കോൺഷ്യസ് ഒന്നും അല്ല പുള്ളിക്ക് തോന്നിയ പോലെ പുള്ളി ചെയ്യുന്നു. പുള്ളിക്ക് സംഭവമാണോ എന്നൊക്കെ നിർബന്ധമുണ്ട്, എല്ലാം ചെയ്യുന്ന ആളായിരിക്കണം, എല്ലാ പുള്ളിയുടെ മക്കൾ സിനിമയിൽ അഭിനയിക്കണം, എല്ലാവരും സംഭവം എല്ലാവർക്കും എല്ലാം പുള്ളിയാണ് മെയിൻ എന്ന് പറഞ്ഞ് നടക്കുന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷേ പുള്ളി എന്ത് തീട്ട കേസ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പൈസ വേണം, അത്രേ ഉള്ളൂ. പൈസ നല്ലപോലെ കിട്ടുന്ന ഏത് സ്കീം കിട്ടിയാലും പുള്ളി ഉദ്ഘാടനത്തിന് പോകും, പുള്ളി ചിലപ്പോൾ ബിഗ് ബോസിൽ പോകും, പുള്ളി ചിലപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കും, പുള്ളി ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും, നല്ലപോലെ പൈസ കൊടുത്താൽ ഓടെ ക്ലീൻ ചെയ്യാനും പോകും. അത് അതിനൊന്നും മടിയൊന്നുമില്ല, പൈസയാണ് നോക്കുന്നത്, അല്ലാതെ ആ എന്താണ് ടാസ്ക് എന്നുള്ള പുള്ളിക്ക് വിഷയമല്ല, അങ്ങനത്തെ ആളാ. അപ്പോൾ കണ്ടില്ലേ ഇതുവരെ കാണിച്ചു കൂട്ടിയ ഓളത്തരങ്ങളൊക്കെ ഒരുപാടില്ലേ. പൈസയുടെ പിന്നെ ഫേവ് ഒക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളത് നോക്കി ആര് വിളിച്ചാൽ ഇറങ്ങി പോകോളും. എല്ലാവരും വിളിച്ചാൽ പോകത്തില്ല, നല്ലപോലെ പൈസ കൊടുത്ത് നല്ല സെറ്റപ്പാന്നൊക്കെ പൊക്കോളും. അല്ലാതെ എല്ലാ ചന്തയ്ക്കൊന്നും പോകത്തൊന്നുമില്ല, എല്ലാ കല്യാണം വീട്ടിലും പോയി 5 ദിവസം കളിക്കുന്ന ഡാൻസ് ഒന്നും കളിക്കത്തൊന്നുമില്ല. അത്രയൊന്നും ആയിട്ടില്ല. അടുത്ത സ്റ്റേജാണ്, അടുത്ത സ്റ്റേജിൽ അത് നമുക്ക് കാണേണ്ടി വരും. എന്തിലാട്ടെ. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇവർക്ക് നഷ്ടമുള്ള കച്ചവടം അല്ല, ഒന്നുമല്ല. ഇതുപോലെ ഉണ്ടോ ഈ മാർക്കറ്റിംഗ് കൊടുത്ത ആൾക്കാർ അകത്ത് വരിയപ്പോൾ എന്തായി, 1 മണിക്കൂർ കഴിയുമ്പോൾ പടം കാണാതെ ഇറങ്ങി പോകണം ഗതികേട് വരെ ഉണ്ടാക്കി കൊടുത്തു. ഇനി ആ കൊച്ചിനെ നമുക്ക് എടുത്തുകൊണ്ട് വന്ന ആരും ആ സിനിമ കാണാനൊന്നും പോകത്തൊന്നുമില്ല. പടം ഇത് തന്നെ പൊട്ടി എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഈ ഓൺലൈനിൽ കിടന്നുകൊണ്ട് തള്ളുന്ന കണ്ടാലേ അറിയാം പടം കൊള്ളത്തില്ല. അല്ല ഇങ്ങനൊന്നും അല്ല, എന്തോരം ആൾക്കാർ എന്തെല്ലാം കാണിച്ചതെന്ന് അറിയുന്ന നേരം കൊണ്ട്. നല്ല സിനിമയൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനൊന്നും ആരും വിളിച്ചാരോടും പറഞ്ഞില്ല സൂപ്പറാന്ന് എന്നെ പറയുന്നവരെ. എനിക്ക് എന്റെ കൂട്ടുകാരും അങ്ങനെ മോഹൻലാലിന്റെ മോളായതുകൊണ്ടൊന്നും വിരോധമുള്ളവരൊന്നും അല്ല. അവർ തന്നെ പറഞ്ഞാൽ ഈ പടം കൊള്ളത്തില്ല, ഒരു പെണ്ണ് റിവെഞ്ച് എടുക്കുന്ന ഒരു കഥ, അതിനകത്ത് കരാട്ടെ മാഷായിട്ട് മോഹൻലാൽ വരുന്നു, ഭയങ്കര വ്യത്യസ്തമായ കഥയായി കളി അതൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിച്ച് പറയുന്നു. പിന്നെ വേറെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വയനാട് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയി, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പലരും ഇറങ്ങിപ്പോയി. ഇവൻ അങ്ങനെ കണ്ട് സഹിച്ചിരുന്ന് തീർത്തു. പിന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ചുമ്മാ ഈ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നു എന്നെ കാണിക്കുന്നു, അപ്പുറം മോളോട് കിടന്നുണ്ട് എന്നൊക്കെ അഭ്യാസങ്ങളുണ്ട്. ഈ തീരുവരില്ലാത്തവരുണ്ട്, മോഹൻലാലിനെ കുറിച്ച് ആരാധകരുണ്ട്, ബോധമില്ലാത്ത വെളിവില്ലാത്ത അങ്ങനത്തെ ആൾക്കാർ. അവർ മാത്രമേ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ച് നടക്കുകയോ അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി തിരക്ക് പിടിക്കുകയോ ഇടിച്ചു കയറുകയോ ചെയ്തുള്ളൂ. അവർക്ക് എന്തോ ബാധ്യതയുള്ളതുപോലെ ഇതിനെ ചുമന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറച്ച് തരം മാനസികരോഗികളായിരിക്കും. ഉറപ്പായിട്ട് മാനസിക നില തെറ്റി കുറച്ച് ആൾക്കാർ ആദ്യ ദിവസം തിയേറ്ററിൽ വരുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തുള്ള തിയേറ്ററിലൊക്കെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വരുന്നവരെ വീഡിയോ എടുത്ത് കാണിക്കുന്ന സീനാണ് നമ്മൾ ഈ തിയേറ്റർ റെസ്പോൺസ് കാണുന്നത്. പിന്നെ ഏത് തിയേറ്ററിൽ ചെന്നാൽ ആദ്യ ദിവസം ഇവരുടെ ആൾക്കാർ വരുന്നിടത്തോട്ട് പ്രത്യേകം മീഡിയ വിളിച്ച് വരുത്താറുണ്ട്. അപ്പോൾ അവരിറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ പിന്നെ ഈ ഓൺലൈനിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാലോ വല്ലവരും വീഡിയോ എടുത്ത് കണ്ടാലോ. പിന്നെ ചില ബ്ലോഗർമാരൊക്കെ ഉണ്ട്, സിനിമ റിവ്യൂസ് ഒക്കെ ഉണ്ട്, അവർക്ക് വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. അവർക്ക് മോഹൻലാലിന്റെ പടം ഒക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവത്തിന്റെ പടം പോലെ വിസ്മയ സൂപ്പറാണോ അറിയത്തില്ല. സ്വയം അങ്ങനെ തീരുമാനം എടുക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെ സിനിമയെ പറ്റി അത്രയ്ക്ക് കാര്യമായ അല്ലെങ്കിൽ അത് മനസ്സിലാകത്തൊന്നുമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് കോംപ്രമൈസ് നടന്നേക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലായിരിക്കും ഇത് കുറച്ചൊരു ബെറ്റർ മൂവി ആകാൻ സാധ്യതയുണ്ടോ, ഈ മൂവിയുടെ ഒരു ക്വാളിറ്റി, ഒരു സീരിയലിന്റെ ക്വാളിറ്റി ഉള്ള മൂവി കണ്ടിട്ട് വരെ സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ബിഗ് സ്ക്രീനെ കാണുന്നുണ്ട്, മനസ്സിലായി. തിയേറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സ്ക്രീൻ വലിയ ഇങ്ങനത്തെ ടീമുകളുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സംഭവമായിരിക്കത്തില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമായിരിക്കും, മനസ്സിലായി. അതുകൊണ്ട് വലിയ കുറ്റമൊന്നും പറയത്തില്ല. പിന്നെ അവധിക്കാലമാണ്, അപ്പോൾ ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ കുറെ പേര് തിയേറ്ററിൽ കയറും, പിള്ളേരെ കൊണ്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പടമൊക്കെ ആയിരിക്കും. വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, വയലൻസ് നല്ല എന്തൊക്കെയോ ചെറിയ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടില്ല പടം, ഞാൻ കാണത്തുമില്ല, കാണേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. മോഹൻലാലിന്റെയോ കുട്ടികളുടെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ പടമൊന്നും അങ്ങനെ കാണത്തൊന്നുമില്ല. പിന്നെ ദുൽഖറിന്റെ ഇപ്പോൾ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്, കണ്ട് ട്രെയിലർ കണ്ടിട്ട് രസമുണ്ട്, ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നിർബന്ധമൊന്നുമില്ല. സിനിമ കാഴ്ച മൊത്തത്തിൽ കുറവാണ്, പാട്ടേക്കലും കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വിസ്മയമോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. വിസ്മയ നല്ലൊരു ക്യാരക്ടറുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. കാരണം പട്ടി സ്നേഹിയായ പട്ടിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ലൊരു, അത് ഭയങ്കര ഇംപ്രസീവ് ആണ്. പിന്നെ ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഇവർ പറയുക മോഹൻലാലിന്റെ പടം എല്ലാം ഒന്നും അവർക്ക് ഇഷ്ടമല്ലെന്ന്, മക്കൾക്കും ഭാര്യയ്ക്കും അവർ പറയാറുണ്ടെന്ന്. അപ്പൊ നമ്മൾ പറയുന്നതിനാണ് കുഴപ്പം, അവർ പറയുന്നതിന് കുഴപ്പമില്ല. വീട്ടിൽ ചെന്ന് പറയണം പുള്ളിയോട് ഇത് ശരിയായില്ലെന്ന്. അപ്പൊ പുള്ളി ഇങ്ങനെ കേട്ടിട്ട് അവരെന്തിനും പറയട്ടത്. അതാണ് വ്യത്യാസം, മനസ്സിലായില്ലേ. വീട്ടിൽ ഇരുന്ന് വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും പുള്ളിക്ക് കാര്യമില്ല, പുറത്തേക്ക് ആൾക്കാർ പറഞ്ഞിട്ട് അതും കാര്യമില്ല. ഏതാ പുള്ളിക്ക് കാര്യമാകുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല സിനിമകൾ എടുക്കാനായിട്ട് ഇയാൾക്ക് പറ്റാത്തതുകൊണ്ടാണോ, ഇനി പറ്റത്തില്ല. നേരത്തെ ഒരുപാട് സമയം പോയി. കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് പിന്നെ സാധ്യത ഉണ്ടാകും, ഇനി ഒരിക്കലും ഇല്ല. ഇനി മറ്റേ മമ്മൂട്ടി പ്രമേയോ ഒക്കെ ചെയ്ത പോലെ വല്ലതും ചെയ്യാൻ നോക്കി അതും പൊട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഇനി ഒരു ചാൻസ് ചെയ്യാൻ ഒരു സാധ്യത പോലും ഇല്ലാത്ത, അതുകൊണ്ടാണ് ഈ പിള്ളേരൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ അതും നടക്കത്തില്ല. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഒക്കെ ഉള്ളൂ, സീരിയലിനകത്തൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ കല്യാണ വേദികളിൽ ഡാൻസ് കളിക്കുന്ന മറ്റേ താങ്കനക്ക MG ശ്രീകുമാറിനെ കൂട്ടി ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് കാശ് കിട്ടും. നല്ല പൈസയുള്ള വീട്ടിലൊക്കെ പോയി ഒന്ന് ഇറങ്ങിയാൽ കാശ് കിട്ടത്തില്ല. ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ ഒരു ദിവസം പരിപാടിയില്ല, ഒരു ദിവസം ഇല്ല, 3-4 മണിക്കൂർ 3 മണിക്കൂർ പരിപാടി ഉള്ളൂ. അല്ല ഒറ്റ ഡാൻസ് കളിച്ചാൽ മതി, എത്ര ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഒരു മാസം ഒരു 10 ഡാൻസ് കളിച്ചാൽ 20 ഡാൻസ് കളിച്ചാൽ എന്നെ കുഴപ്പം. 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമേ വരാവൂ. ആ MG കൊണ്ടുപോകുക, അവർ പാട്ട് പാടുന്നു, ഈ ഡാൻസ് കളിക്കുന്നു, പോകുന്നു. കല്യാണം അവർ പൈസ കൊടുക്കും, എത്ര ലക്ഷം രൂപ കൊടുക്കും, 2 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഒരു 10 രൂപ 20 ലക്ഷം രൂപ വെറുതെ കിട്ടിയില്ല 2 മണിക്കൂർ കൊണ്ട്. 2 അല്ല 10 പരിപാടി എന്ന് പറയുമ്പോൾ 20 മണിക്കൂറേ ആവുന്നുള്ളൂ. ഒരു ദിവസം 2 കല്യാണം ഒക്കെ പിടിച്ചേക്കണം ആ ഏരിയയിലൊക്കെ. ആൾക്കാർ അതൊക്കെ നോക്കി കല്യാണം വരെ ഫിക്സ് ചെയ്യും. മോഹൻലാലല്ലേ 3 കല്യാണം വേണമെങ്കിൽ ഒരു ദിവസം കിട്ടും. അപ്പോൾ ഒരു ദിവസം തന്നെ 6 ലക്ഷം രൂപ കിട്ടും. അതിന്റെ ലാഭമല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ അങ്ങനെ നോക്കി അതിൽ ലാഭം. അതിനെന്താ കുഴപ്പം? കാശ് കിട്ടുന്ന പരിപാടിയല്ലേ, എന്ത് വേണം ചെയ്യാം.